കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എത്ര അറിയാം? കണ്ണൂർ സിറ്റി പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്കും നമ്മൾ സിറ്റി പറഞ്ഞാൽ എറണാകുളം സിറ്റി അങ്ങനെയല്ല, കണ്ണൂർ സിറ്റി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പിന് എങ്ങനെയെങ്കിലും ഒരു 10 ദിവസം കണ്ണൂർ സിറ്റിയിൽ എത്താൻ നോക്കും. കാരണം റംസാൻ്റെ ഈ രാവുകളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം അറക്കൽ രാജകുടുംബം. അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളെക്കുറിച്ച് തമാശക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ അറക്കൽ രാജവംശത്തിൻ്റെ അയൽവാസിയാന്ന് പറയും. അതൊക്കെ നിങ്ങൾ എത്രത്തോളം ശരിക്കും അവിടെ ജനിച്ച് വളർന്നത് ഇങ്ങനൊരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും? എന്നെ ഞാനാക്കിയതിൽ അല്ലെങ്കിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ നമ്മളെ കണ്ണൂർ സിറ്റിക്കും നമ്മുടെ കണ്ണൂർ സിറ്റിക്കാർക്കും വലിയ പങ്കുണ്ട്. കാരണം സിറ്റി ഒരു 7-8 കിലോമീറ്ററോളം വരുന്ന ഒരു ഓൾഡ് സിറ്റിയാണ്. ഭയങ്കര ഹൈലി ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അത്രയും മാക്സിമം ഒരു ഏവറേജ് ഒരു വീട്ടുകാർക്ക് ഉണ്ടാവുക 6 സെൻറ്റ് 7 സെൻറ്റ് 8 സെൻറ്റൊക്കെയാണ്, 5 സെൻറ്റ്, അതിലൊക്കെയാണ് ഒരുപാട് വീടുകളാണ്. പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നം അവർ തമ്മിലില്ല. അയൽവാസികളിലായിട്ട് നല്ല സ്നേഹമാണ്. അയൽവാസികളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും എല്ലാവർക്കും കയറി പോവാം. നിർലോഭമായ സ്നേഹം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു സ്നേഹം നമ്മുടെ സിറ്റിയിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആവാം നമ്മളൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കാണാൻ കിട്ടുന്നൊരു കോൺഫിഡൻസ് ആ സിറ്റിയിൽ നിന്ന് കിട്ടിയെന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുക. ആ സിറ്റിയുടെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് മഹാന്മാർ, സെയ്ദ് മൗലൽ ബുഖാരിയും അറക്കൽ രാജവംശവും, ഒരുപാട് മഹാന്മാരുടെ ഒരു പാദസ്പർശനമേറ്റൊരു ഒരു നാട് കൂടിയാണ് കണ്ണൂർ സിറ്റി. ഒരുപാട് റിഫായി ഹുജറകളും പഴയ ഭക്ഷണ അത്താഴ കമ്മിറ്റി, സൗജന്യ ഭക്ഷണം, സൗജന്യ മരുന്ന്, ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കണ്ണൂർ സിറ്റിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവിടെ ആര് വന്നാലും എന്താ പറയുക, വെറുതെ പോവില്ല. ഒന്നിക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു പ്യുവർ ഇൻറ്റൻഷനിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണൂർ സിറ്റി വിസിറ്റ് ചെയ്യണം.